പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, നിങ്ങൾക്കായി ഇതാ വരുന്നു വൈകാസ് തള്ളുവണ്ടി. ഹലോ, വെൽക്കം ബാക്ക് ടു വൈകാസ് തള്ളുവണ്ടി. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ശരിക്കും അർഹിക്കുന്ന ഒരു റിവ്യൂ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ചിത്രം അർഹിക്കുന്ന റിവ്യൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സിനിമകൾ വന്നു, പക്ഷെ അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മനസ്സ് നിറഞ്ഞു കണ്ട ഒരു ചിത്രം, നമ്മുടെ ജനങ്ങൾക്ക് നൽകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൽ എന്താണോ തീം എടുത്തിരിക്കുന്നത് അവർക്ക് നൽകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫിലിം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ ടേക്ക് ഓഫ്. അപ്പോൾ അതിൽ പറയുന്ന കഥ എന്ന് പറയുന്നത് നമ്മുടെ നഴ്സുമാരുടെ കഥയാണ്. യുദ്ധങ്ങളിൽ പെട്ടുപോയി, ഇറാഖിൽ പെട്ടുപോയ നഴ്സുമാരുടെ കഥ പറയുന്ന ചിത്രമാണ് ടേക്ക് ഓഫ്. അപ്പോൾ എല്ലാവരും ഇതിനോടൊന്നും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനും കണ്ടു. അടിപൊളി ഫിലിം. കമൻസ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിൽ സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറയാറുണ്ട്, ഒരു ഹോസ്പിറ്റലിലായാലും അല്ലെങ്കിൽ ഇപ്പം നഴ്സുമാരെ കുറിച്ച് പറയുമ്പോൾ വെള്ളരിപ്രാവുകൾ, മാലാഖമാർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവരുടെ യഥാർത്ഥ ജീവിതം, ഇറാഖിൽ വർക്ക് ചെയ്യുന്ന, വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന അവരുടെ യഥാർത്ഥ ജീവിതം, പ്രത്യേകിച്ച് ഇറാഖിൽ പോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുടെ ദുരിത ജീവിതം കാണിച്ചിരിക്കുന്ന ഇത്രയും എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു ആ ഫിലിം കണ്ട് അവസാനം വരെ നമ്മളൊരു യുദ്ധഭൂമിയിൽ നമ്മളും നിൽക്കുന്ന പോലെ തോന്നും. നമ്മളും ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ആ സിനിമ കണ്ട അവസാനം വരെ. പിന്നെ പാർവതിയുടെ അതിലെ അഭിനയം, സാധാരണ പാർവതിയുടെ അഭിനയത്തെ എടുത്ത് പറയേണ്ട കാര്യമില്ല, എന്നാലും ഇതിനകത്ത് സമീറ എന്നുള്ള ക്യാരക്ടറിനെ പാർവതി എത്രത്തോളം അഭിനയിച്ച് ബലിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റുന്നത്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും അതിനകത്ത് അവരെ സംവിധായകനെ ഏൽപ്പിച്ച കഥാപാത്രങ്ങളെ ആത്മാർത്ഥമായിട്ട് അഭിനയിച്ച് തീർത്തിരിക്കുകയാണ് അതിനകത്ത്. ശരിക്കും അവരുടെ ദുരിത ജീവിതങ്ങൾ, ഒരു നഴ്സിന്റെ പുറം രാജ്യത്തിൽ അവർ അനുഭവിക്കുന്ന, ഇറാഖിൽ അവർ അനുഭവിക്കുന്ന ആ ദുരിത ജീവിതങ്ങൾ കാണിക്കുന്നുണ്ട്. ശരിക്കും ആ ഫിലിം കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും പച്ചയായ ജീവിതം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല, അതുപോലെയാണ് എനിക്ക് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ തീവ്രവാദികളെ IS കാണിക്കുന്നത് എന്തൊരു ഒറിജിനാലിറ്റിയാണ് ശരിക്കും. ആ ഒരു തീവ്രവാദികളെ കാണിക്കുമ്പോഴും പിന്നെ അവരുടെ ഫൈറ്റ് എല്ലാം കാണുമ്പോഴും നമ്മൾ ശരിക്കും ഇങ്ങനെ ഇമ്മച്ചിമ്മാണ്ട് നോക്കിയിരിക്കും. അത്രയും പവർഫുൾ ആയിട്ടാണ് ആ ഓരോ സീൻസും, അതിനകത്തുള്ള ഫൈറ്റിങ്, പിന്നെ അവരുടെ യുദ്ധം കാണിക്കുന്നത്, അങ്ങനെ കുറെ സീൻസ് ഒക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഓരോ സീൻസിലും ആ യുദ്ധത്തിന്റെയും ഇറാഖിലെ സീൻസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന മ്യൂസിക് ആണ് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഈ യുദ്ധത്തിന്റെ ആ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്ന സമയത്ത് ശരിക്കും ഞെട്ടിക്കുന്ന രീതിക്കാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ പാർവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് പാർവതി നമുക്കറിയാം എത്രത്തോളം കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു നടിയാണെന്ന്. പക്ഷെ ഇതിനകത്ത് വീണ്ടും അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു കഥാപാത്രത്തെ പാർവതി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു ട്രൂ സ്റ്റോറി ഇതിലും നന്നായിട്ട് ചിത്രീകരിച്ച് കാണിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അത്രയും എന്താ ഇതിനെക്കുറിച്ച് ആക്ച്വലി പറയേണ്ടതെന്നുള്ളത് അറിയില്ല. അത്രയും ഫിലിം കണ്ടിട്ട് അതിലിങ്ങനെ ഇപ്പോഴും ആ ചിന്തകളാണ്, കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഇപ്പോഴും ആ ഓരോ സീൻസും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്. അത്രയും നന്നായിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാളും ഇത് കാണാതെ പോകരുത്. അത്രയും ബ്യൂട്ടിഫുൾ ഫിലിമാണ് ടേക്ക് ഓഫ്. പിന്നെ ഈ ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർക്ക് നമിച്ചു. കാരണം ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഇറാഖിലാണ്, നമ്മളും ഇറാഖിലാണ്. നമ്മളെന്തോ ആ ഒരു ഇറാഖിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇറാഖിൽ തന്നെ നിന്ന് 2 സ്റ്റെപ്പ് മാറി നിന്ന് ഇങ്ങനെ കാണുന്ന പോലെ ഇരിക്കും. പക്ഷെ കേരളത്തിലും ഹൈദരാബാദിലും പിന്നെ റാസൽ ഗൈമയിലും മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ അത് കാണുമ്പോൾ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് അത് ഇറാഖാണ് എന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. ശരിക്കും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. അത്രത്തോളം ആ ഒരു ടീം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മലയാളത്തിൽ ഒരുപാട് ചിത്രത്തിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള മഹേഷ് നാരായണനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രമാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്ന. ആ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ആ ഫിലിമിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ സീൻ കാണുമ്പോൾ നമുക്ക് അറിയാം, ഫിലിം കണ്ടിറങ്ങുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ആ ടീം അതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് മൊത്തം ഒരു സക്സസ്ഫുൾ സിനിമ ആയിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പേര് കണ്ടവരൊക്കെ പറയാണ് ഇത്രയും നല്ല സിനിമ, ഇത്ര നല്ലൊരു സിനിമ, ഈ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവർ എത്രയൊക്കെ, നമ്മളാണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് ആലോചിക്കുന്നത്. ശരിക്കും നമ്മൾ പത്രങ്ങളിലൊക്കെ ദിവസവും വായിക്കാറുണ്ട്, അല്ലെങ്കിൽ വാർത്ത വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അവിടെ അകപ്പെട്ടു പോയി, മലയാളികൾ ഇവിടെ അകപ്പെട്ടു പോയി എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അതിപ്പോൾ ഈ സിനിമയിലൂടെ കണ്ടപ്പോഴാണ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഭീകരത എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് ശരിക്കും ആ ഒപ്പിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം
മാത്രമാണ് അതിൽ നമ്മൾ ഭയപ്പെടുന്നെന്നുള്ള കാര്യം. ആ IS ഭീകരരായിട്ട് വരുന്നവരൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. കണ്ടു നിന്നാൽ നമുക്ക് ശരിക്കും പേടിയാവും. അങ്ങനെ ഒരു അത് സംവിധായകൻ്റെയും എന്താ പറയുക, ആ ഒരു ടീമിൻ്റെയും കഷ്ടപ്പാടാണ്. അവർ ശരിക്കും സക്സസ് ആയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചിത്രത്തിൽ നിന്ന് മറ്റൊരു ചിത്രത്തിലേക്ക് മാറുമ്പോൾ ആ കഥാപാത്രമായി മാറുന്നു, കഥാപാത്രമായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കമൻസ് കേൾക്കാറുണ്ട്. അതുപോലെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് പാർവതി സമീറയായിട്ട് ടേക്ക് ഓഫിൽ അഭിനയിച്ചപ്പോഴാണ്. ശരിക്കും ജീവിക്കുമായിരുന്നു എന്ന് തീർത്തും പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ടേക്ക് ഓഫ് നല്ലൊരു ചിത്രമാണ്. ശരിക്കും അവരനുഭവിച്ച ദുരിതങ്ങൾ നമ്മളത് അറിയണം. നമുക്കറിയുന്നവർ ആരെങ്കിലും പുറത്തുണ്ടെങ്കിലും അവരങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഇത് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അടിപൊളി സിനിമ, വേറെ ഒന്നും പറയാനില്ല. ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ടേക്ക് ഓഫിന് എല്ലാവിധ ആശംസകളും നേരുന്നു.